ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും അതീവ സൂക്ഷ്മമായാണ് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളും അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മറ്റുള്ള പല രാജ്യങ്ങളും എപ്പോഴും നിരീക്ഷിക്കാറുള്ളത്. കാരണം ഇന്ന് എല്ലാവരും പറയുന്നത് പോലെ പണ്ടത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. ഒരുപാട് പല രാജ്യങ്ങളുമായിട്ടും വളരെ നയതന്ത്രപരമായിട്ടുള്ള സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. വൻ കുതിപ്പാണ് ഓരോ മേഖലയിലും നമ്മുടെ രാജ്യം ഓരോ ദിവസവും കൈവരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ എണ്ണവും ഇന്ത്യക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഒരേ സമയം രണ്ട് സുപ്രധാന അധ്യായങ്ങൾ തുറക്കുകയാണ്. ഒരു വശത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ, മറുവശത്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബീജിംഗിലെത്തി ചൈനീസ് നേതൃത്വവുമായി അതിർത്തി വിഷയത്തിൽ ചർച്ച നടത്തുന്നു. നരേന്ദ്രമോദിയുടെ ഏറ്റവും രണ്ട് അടുത്ത വിശ്വസ്തരാണ് ഒരാൾ റഷ്യയിലും ഒരാൾ ചൈനയിലും ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, അമേരിക്കയുമായും യൂറോപ്പുമായും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യ ഒരേ സമയം ബന്ധം ശക്തിപ്പെടുത്തുന്ന നിർണായക ഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണ നയതന്ത്ര സന്ദർശനങ്ങളല്ല, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ശക്തി സമവാക്യങ്ങൾക്കിടയിൽ ഇന്ത്യ സ്വന്തം താല്പര്യങ്ങൾ ഉറപ്പാക്കുന്ന വളരെ തന്ത്രപരമായ നീക്കമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ അദ്ദേഹത്തെ സെപ്റ്റംബർ 12-13 തീയതികളിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വിദേശകാര്യമന്ത്രി പോയിരിക്കുന്നത് എന്ന് പറയുമ്പോഴും പലതരത്തിലുള്ള കൂടിക്കാഴ്ചകളും അവിടെ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഇന്ത്യയിൽ ബ്രിക്സ് ഉച്ചകോടിക്കായിട്ട് എത്തും. ഒപ്പം 40 പ്രതിനിധി സംഘവും ഉണ്ടായിരിക്കും. യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ റഷ്യക്ക് ചെറിയ ഉലച്ചിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജയശങ്കർ റഷ്യയിലെത്തിയിരിക്കുന്നത്. ഇന്ത്യ ചൈന ബന്ധത്തിലെ ഏറ്റവും സങ്കീർണമായ വിഷയമായ അതിർത്തി തർക്കമാണ് അജിത് ഡോവലിന്റെ ചൈന സന്ദർശനത്തിന് കേന്ദ്രബിന്ദു. പ്രത്യേക പ്രതിനിധി സംവിധാനത്തിന്റെ ഭാഗമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി അദ്ദേഹം ചർച്ച നടത്തും. 2020 ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസത്തിൽ വലിയ വിള്ളൽ ഉണ്ടായിരുന്നുവെങ്കിലും സൈനിക നയതന്ത്ര തലങ്ങളിലെ തുടർച്ചയായ ഇടപെടലുകളിലൂടെ സംഘർഷം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതിനാൽ ഡോവലിന്റെ ചർച്ചയ്ക്ക് അതിർത്തിയിലെ സമാധാനം മാത്രമല്ല, ഇന്ത്യ ചൈന ബന്ധത്തെ വീണ്ടും ഒരു സ്ഥിരതയുള്ള പാതയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയും നിർണായകമാണ്. ഗാൽവാൻ താഴ്വരയിലെ സംഘർഷം ഇന്ത്യ ചൈന ബന്ധത്തിന്റെ ദിശ തന്നെ മാറ്റിയ സംഭവമായിരുന്നു. അതിന് പിന്നാലെ അതിർത്തിയിൽ സൈനിക വിന്യാസം വർദ്ധിക്കുകയും നയതന്ത്ര ബന്ധങ്ങളിൽ കടുത്ത സമ്മർദ്ദം രൂപപ്പെടുകയും ചെയ്തു. എന്നാൽ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും സംഭാഷണത്തിന്റെ വാതിൽ പൂർണ്ണമായി അടയ്ക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലെ ചെറിയൊരു സംഘർഷം പോലും ഏഷ്യൻ സുരക്ഷയെയും ആഗോള സാമ്പത്തിക രംഗത്തെയും ബാധിക്കാനുള്ള ശേഷിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംഘർഷത്തിനിടയിലും സംഭാഷണം എന്നതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സമീപനത്തിന്റെ പ്രധാന സവിശേഷത. ഇതിനിടെയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും ശ്രദ്ധ നേടുന്നത്. സെപ്റ്റംബർ 12-13 തീയതികളിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലാണ് ഷീ പങ്കെടുക്കുമെന്ന സൂചനകൾ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ചൈനീസ് പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനത്തിന് വഴിയൊരുങ്ങും. അങ്ങനെ സംഭവിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കും സാധ്യതയേറും. അതിർത്തി പ്രദേശം ഉൾപ്പെടെ ഇരു രാജ്യങ്ങൾക്കും നേരിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഏറെയുള്ള സാഹചര്യത്തിൽ ഒരു ഉന്നതതല കൂടിക്കാഴ്ചയ്ക്ക് വലിയ നയതന്ത്ര പ്രാധാന്യമുണ്ട്. ചൈനയിൽ ഡോവൽ ചർച്ചകൾ നടത്തുമ്പോൾ റഷ്യയിൽ ജയശങ്കർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയതും ഇന്ത്യയുടെ മറ്റൊരു പ്രധാന നയതന്ത്ര സന്ദേശമാണ്. ഇന്ത്യ റഷ്യ ബന്ധം പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തന്ത്രപരമായ പങ്കാളിത്തമാണ്. പ്രതിരോധം മുതൽ ഊർജം വരെയും വ്യാപാരം മുതൽ സാങ്കേതിക വിദ്യ വരെയും വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നുണ്ട്. കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി വ്യാപാരത്തിലെ വളർച്ചയിലും സഹകരണത്തിന്റെ വിവിധ മേഖലകളിലും പുടിൻ സംതൃപ്തി പ്രകടിപ്പിച്ചതും ശ്രദ്ധേയമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശവും ആശംസകളും ജയശങ്കർ പുടിനെ അറിയിച്ചു. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ പുടിനെ കാണാനും ബ്രിക്സ് ഉച്ചകോടിക്കായി ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാനും മോദി ആഗ്രഹിക്കുന്നുവെന്ന സന്ദേശവും അദ്ദേഹം കൈമാറി. ഇതിലൂടെ ഇന്ത്യ റഷ്യ ബന്ധം ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് വ്യക്തമാക്കുന്നു.
മാറുന്ന രാഷ്ട്രീയ ആഗോള സാഹചര്യത്തിലും റഷ്യയുമായുള്ള തന്ത്രപരമായ ബന്ധം നിലനിർത്താൻ ഇന്ത്യ നൽകുന്ന പ്രാധാന്യമാണ് ഈ നീക്കങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രത്യേകത കൂടുതൽ വ്യക്തമാക്കുന്നത്. റഷ്യയുമായി പ്രതിരോധ ഊർജ്ജ സഹകരണം ശക്തമായി തുടരുമ്പോഴും ചൈനയുമായുള്ള അതിർത്തി പ്രശ്നം പരിഹരിക്കാൻ സംഭാഷണം തുടരുന്നു. അതേസമയം അമേരിക്കയുമായി യൂറോപ്പുമായും ഇന്ത്യ വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രതിരോധം, തന്ത്രപരമായ സഹകരണം എന്നിവയിലും ബന്ധം വികസിപ്പിക്കുന്നു. ഒരു പ്രത്യേക ശക്തി കേന്ദ്രത്തിന്റെ ഭാഗമായി മാറുന്നതിന് പകരം ഓരോ രാജ്യവുമായി ഇന്ത്യക്ക് ആവശ്യമായ മേഖലകളിൽ സഹകരിക്കുക എന്നതാണ് ഇന്ത്യയുടെ തന്ത്രമെന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം എന്ന സമീപനത്തിന്റെ പ്രധാന അടിത്തറ എന്ന് പറയുന്നത്. ലോകശക്തികളുമായുള്ള ബന്ധം മാത്രമല്ല, ഇന്ത്യയുടെ അയൽപക്ക നയവും ഈ തന്ത്രത്തിന്റെ ഭാഗമാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളിൽ ഓരോന്നിനും വ്യത്യസ്തമായ വെല്ലുവിളികളുണ്ട്. അതിനാൽ ചൈനയുമായും റഷ്യയുമായും അമേരിക്കയുമായി ബന്ധം കൈകാര്യം ചെയ്യുന്നതിനൊപ്പം അയൽപക്കത്തെ രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യങ്ങളും ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഒരു വശത്ത് അതിർത്തി സുരക്ഷയും മറുവശത്ത് വ്യാപാരവും പ്രാദേശിക ബന്ധങ്ങളും ഉറപ്പാക്കുക എന്നത് ഇന്ത്യക്ക് അനിവാര്യമാണ്. വരാനിരിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് അതുകൊണ്ട് തന്നെ പ്രത്യേക പ്രാധാന്യവുമുണ്ട്. റഷ്യൻ പ്രസിഡന്റ് പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പങ്കെടുക്കുന്ന സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ ഒരേ വേദികളിൽ പ്രധാന ശക്തികളുമായി ഇന്ത്യക്ക് നേരിട്ട് ഇടപെടാനുള്ള അവസരമാകും അത്. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുമ്പോഴും റഷ്യയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാത്തതും ചൈനയുമായി സംഭാഷണം തുടരുന്നതും ഇന്ത്യയുടെ വിദേശ നയത്തിലെ സന്തുലിത സമീപനത്തെ വ്യക്തമാക്കുന്നു. ജയശങ്കർ റഷ്യയിലും ഡോവൽ ചൈനയിലും ഒരേ സമയം സജീവമാകുന്ന ഈ നിമിഷം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വലിയ ചിത്രം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. റഷ്യയുമായി സൗഹൃദം, ചൈനയുമായി ജാഗ്രതയോടുള്ള സംഭാഷണം, അമേരിക്കയുമായി തന്ത്രപരമായ പങ്കാളിത്തം, യൂറോപ്പുമായി സാമ്പത്തിക സാങ്കേതിക സഹകരണം, അയൽ രാജ്യങ്ങളുമായി സുരക്ഷാ ബന്ധം, ഇവയെല്ലാം ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ത്യ. അതിർത്തി പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം ലഭിക്കുമെന്നോ ഒരു കൂടിക്കാഴ്ചയിൽ വലിയ മാറ്റമുണ്ടാകുമെന്നോ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ ലോകം പുതിയ ശക്തി സമവാക്യങ്ങളിലേക്ക് നീങ്ങുമ്പോൾ മറ്റുള്ളവരുടെ കളിയിലെ ഒരു ശക്തിയാകാതെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് കളിയുടെ ദിശ സ്വാധീനിക്കുന്ന ഇന്ത്യയാണ് ഈ നയതന്ത്ര നീക്കങ്ങളിലൂടെ ഉയർന്നു വരുന്നത്. ഏതായാലും ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉയർന്ന രാഷ്ട്രതലവന്മാരെ കാണുന്നതിലൂടെ എന്താണ് ഇനി ഭാവിയിലേക്കായിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് വരും വർഷങ്ങളിൽ ഉറപ്പായിട്ടും വ്യക്തമാകും.